മലയാളത്തിലെ ഒരു ഹ്യൂമർ ഫാമിലി എന്റർടൈൻമെന്റ് വെബ് സീരീസ് ആയിരിക്കും ഇത്. ഇതിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ടൈറ്റിൽ തന്നെയാണ് പാൻ ഇന്ത്യൻ നായിക എന്ന് പറഞ്ഞ ടൈറ്റിലാണ് അതിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ്. പാൻ ഇന്ത്യൻ നായിക എന്ന് പറയാൻ കാരണം നമ്മൾ ഇതിലൊരു പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു പാൻ ഇന്ത്യൻ താരത്തിൽ നമ്മുടെ വെബ് സീരീസിൽ ഭാഗമാകുന്നുണ്ട്. നമുക്കറിയാം സണ്ണി ലിയോൺ. അപ്പം അവരുടെ പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഈ അതിന്റെ ഒരു ടീസർ വിനോദസ്വാറും സണ്ണി ലിയോനോട് ഒരു ടീസർ നമ്മൾ ഓൾറെഡി റിലീസ് ആക്കിയിട്ടുണ്ട്. അതെല്ലാവരും ജനങ്ങൾക്ക് ഒരുപാട് ഏറ്റെടുത്തിട്ടുണ്ട്. ഫെബ്രുവരിയിലാണ് സീരീസ് ഓരോ എപ്പിസോഡായിട്ട് റിലീസ് ആവുന്നത്. HR എന്ന് പറയുന്ന HR OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിലിറ്റി ആയിട്ട് കിട്ടുന്നൊരു അങ്ങനത്തെ ഒരു ചാനലായി മാറും HR OTT. സണ്ണി ലിയോണായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പക്ക ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. നമുക്കറിയാം പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ സീൻ ഡെവലപ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മളോട്ടൊക്കെ ഭയങ്കര കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഒരുമിച്ച് ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നല്ല സീൻസിൽ ഉണ്ടായിരുന്നു. സോ അത് നമുക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു ആക്ച്വലി. കാര്യം അവരും ആർട്ടിസ്റ്റാണ്, നമ്മളും ആർട്ടിസ്റ്റ് മാത്രമല്ല. അവർ വേറെ മാറ്റമൊന്നുമില്ല. അവരുടെ ജോലി ചെയ്യുന്നു, നമ്മളെ ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇല്ല, അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യം വേണ്ടി വന്നില്ല. കാര്യം അവര് അറിയാലോ പക്ക പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ മാത്രമല്ല ഇതില്. എന്നെ സംബന്ധിച്ച് മലയാള സിനിമയിൽ എന്നെക്കാട്ടി എക്സ്പീരിയൻസ് ഉള്ള, എനിക്ക് മുമ്പേ സിനിമയിലേക്ക് എത്തിയ ടാലന്റ് ആയിട്ടുള്ള വലിയ ആക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട് ഈ സീരീസിൽ. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത്. കാര്യം അതിന് ഏറ്റവും ഉദാഹരണം ഇപ്പോ നമ്മുടെ ജോണി ആന്റണി ചേട്ടൻ ഉണ്ട്, അസീസൊക്കെ ഉണ്ട്, നോബി ചേട്ടൻ ഉണ്ട്, വിജിലേഷ് ചേട്ടൻ ഉണ്ട്, പിന്നെ അങ്ങനെ ഇപ്പൊ ജയിലൊക്കെ ഉള്ള ആക്ടേഴ്സ്, അങ്ങനെ ഒത്തിരി ആക്ടേഴ്സിൽ ഭാഗമാവുന്നുണ്ട് വെബ് സീരീസിന്റെ. അത് എല്ലാരും കൂടെ വരുമ്പോഴാണല്ലോ അതിന്റെ ഒരു ഔട്ട് ഗംഭീരമാവുന്നത്. മണിക്കുട്ടൻ, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ്. ഇല്ല, അങ്ങനെയൊന്നും വന്നില്ല. അങ്ങനെ അതൊക്കെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്തു, നമ്മളത് ഇടപെടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ നായകനായിട്ടാണ് മലയാള സിനിമകളിൽ ഇപ്പൊ കൂടുതൽ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നായകനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എന്റെ നായകനായിട്ട് ഇറങ്ങിയ പടം അമല എന്നൊരു പടമാണ്. ആമസോൺ പ്രൈമിലാണ് റിലീസ് ആയിട്ടുള്ളത്. തിയേറ്റർ റിലീസായിരുന്നു. പിന്നെ എന്നൊരു പടം ഇറങ്ങി. ഇനി ഇറങ്ങാൻ പോകുന്നത് പോയിന്റ് റേഞ്ച് എന്നൊരു പടം ഇറങ്ങാനുണ്ട്. ജങ്കാർ എന്നൊരു പടം ഷൂട്ടിംഗ് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷനിലാണ്. തമിഴിലും ചെയ്യുന്നുണ്ട്, ക്യാരക്ടേഴ്സ് വേഷങ്ങളും ചെയ്യുന്നുണ്ട്, ഹീറോ ഓറിയന്റൽ ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഈ സീരീസിൽ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു വ്യത്യാസമില്ല. എല്ലാം നമ്മുടെ മേഖല അഭിനയം ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് നാടകമാണ് ചെയ്തുകൊണ്ടിരുന്നത്. നാടകത്തിലെ അഭിനയം അല്ല, സിനിമയിലെ അഭിനയം എന്ന് മാത്രമേ ഉള്ളൂ. സോ അതൊന്നും പ്രശ്നമുള്ള കാര്യം. പിന്നെ കുറച്ചും കൂടി നമുക്ക് ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ഒരുപക്ഷെ വെബ് സീരീസിലാകുമ്പോൾ. എപ്പിസോഡായിട്ടാണെങ്കിൽ നമുക്ക് ആ ക്യാരക്ടർ നമുക്ക് അങ്ങനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. സിംഗ് സൗണ്ട് അതിനപ്പുറം ആ ക്യാരക്ടർ നമ്മൾ കുറെ നാൾ നമ്മളെ കൂടെ നിൽക്കും. കുറെ എപ്പിസോഡ് അഭിനയിക്കണമല്ലോ. പിന്നെ ഇതെന്റെ രണ്ടാമത്തെ വെബ് സീരീസ് ആണ്. എനിക്ക് സീരീസുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി ഞാൻ സീരീസുകൾ കാണാറുള്ള ആളാണ്. എന്റെ ആദ്യ വെബ് സീരീസ് മനോജ് പെരഹംസയുടെ ഓട്ടോ ശങ്കർ രംഗ എന്ന് പറഞ്ഞ ഡയറക്ട് ചെയ്ത, അത് C5-ലാണുള്ളത്. ട്രേഡ് ആൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ചെന്നൈ ഉണ്ടായിരുന്ന ഒരാളുടെ ബയോഗ്രഫി ആയിരുന്നു. അതൊരു സൈക്കോ സീരീസ് കില്ലർ, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളതാണ്. പക്ഷെ ഇത് എന്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ഈ സീരീസ് ഇറങ്ങുമ്പോൾ നമുക്ക് ഇപ്പൊ സിനിമയിൽ ഒരുപാട് നല്ല ഹ്യൂമർ കഥാപാത്രങ്ങൾ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കുടുംബ പ്രേക്ഷകനായി മാറാം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരു അങ്ങനത്തെയൊക്കെ കഥാപാത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അതൊക്കെ മാറി ഒരു ഫാമിലി, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും ഇതിൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോമഡിയൊക്കെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷ. അത് അങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമായിരിക്കാം. അത് കൈക്കൊതുക്കണമല്ലോ, എല്ലാം ചെയ്യണമല്ലോ നമ്മള്. ഒന്നുമില്ല, അങ്ങനെ സംഭവം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അഭിനയം മാത്രമേ ഉള്ളൂ നമുക്ക്. നമ്മുടെ മേഖല അത് മാത്രമാണ്. തമിഴാണ് കൂടുതലും ചെയ്യുന്നത്. മലയാളവും തമിഴും ചെയ്യുന്നുണ്ട്. ഇല്ല, തമിഴ് മലയാളം ഇല്ല. തെലുങ്കിന്ന് 1-2 പടങ്ങൾ ഓട്ടോഷൻ ഇറങ്ങിയ സമയത്ത് വന്നു, പക്ഷെ ആ സമയത്ത് ചെയ്യാൻ സാധിച്ചില്ല. വന്നാൽ ചെയ്യും. നിലവിൽ ഇപ്പൊ തമിഴാണ് കൂടുതലും ചെയ്യുന്നത്. കോൺസെൻട്രേഷനും തമിഴിലാണ് കൂടുതൽ നല്ല സബ്ജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് കരുതി മലയാളത്തിൽ വരുന്നില്ല എന്നല്ല, മലയാളത്തിൽ വരുന്നുണ്ട്, രണ്ടും ചെയ്യുന്നുണ്ട്. നാടകം ഈ വർഷം ഒരു 1 ആക്ട് പ്ലേ ഉണ്ടാവും. എന്റെ ഒരു 1 ആക്ട് പ്ലേ ഉണ്ടാവും. ഇല്ല, അതിന്റെ പ്ലാനിങ്ങിലാണ്. ഈ വർഷം എന്തായാലും നമ്മൾ ഒരു നാടകം ചെയ്യും. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നാടകം എന്തായാലും ഉണ്ടാവും.
എല്ലാവരും വിളിക്കാറുണ്ട്, എല്ലാവരും മീറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും നമ്മുടെ പല സ്ഥലത്താണെങ്കിൽ പോലും അപ്ഡേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നമ്മൾ അറിയിക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്.